കേരള ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന ഭാഗത്ത് ഒരു 10 ചോദ്യങ്ങൾ ഇത്തവണ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. IT ഒരു 5 ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ കേരള ഹിസ്റ്ററി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്തു പോവാം. ആദ്യം ദ മലയാളം പോയറ്റ് ഹൂസ് ലൈഫ് സ്റ്റോറി ഈസ് പോർട്രേഡ് ഇൻ ദ നോവൽ തീക്കടൽ കടഞ്ഞു തിരുമധുരം. അപ്പം സി രാധാകൃഷ്ണൻ എഴുതിയ തീക്കടൽ കടഞ്ഞു തിരുമധുരം എന്ന നോവലില് തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ചുള്ള കഥയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇയർ ഓഫ് അരുവിപ്പുറം പ്രതിഷ്ഠ. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 ശ്രീനാരായണ ഗുരുവാണ്. 1888 ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ദ ഓൾഡ് വിക്ടോറിയ ഹാൾ ഇൻ ട്രിവാൻഡ്രം ഈസ് നെയിംഡ് ആഫ്റ്റർ. അപ്പം വിക്ടോറിയ ഹാൾ ഇപ്പം ഏത് VJT ഹാൾ ഏത് പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്? അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, നെയിം ദ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി വിച്ച് ഡിക്ലെയർ മെൻസ്ട്രുവൽ ലീവ് ഇൻ കേരള. അപ്പം ആർത്തവ അവധി കൊടുത്ത ഏത് യൂണിവേഴ്സിറ്റിയാണ്? അടുത്തിടയിലാണ്. അപ്പം അത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഇതൊന്നും നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹു വോൺ ദ ഗോൾഡൻ ബൂട്ട്സ് ഇൻ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ 2022? 2022 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ആർക്കാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയതെന്നാണ്. അത് നമുക്കറിയാം, കിലിയൻ എംബാപ്പയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തത് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. അടുത്ത ചോദ്യം മാർത്താണ്ഡവർമ്മയുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് കേരള ഹിസ്റ്ററി റിലേറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. ഡ്യൂറിംഗ് മാർത്താണ്ഡവർമാസ് പീരീഡ് ദ പിള്ളമാർ, ദ മാടമ്പിമാർ had established them as a powerful force the public life of the state and they were supported by the യോഗക്കാർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാമപുരത്ത് വാര്യർ, the poets like രാമപുരത്ത് വാര്യർ and കുഞ്ചൻ നമ്പ്യാർ came to adorn the court. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ലാൻഡ് അണ്ടർ ദ മെയിൻ ഹെഡ്സ് ഓഫ് ദ ദേവസം, ബ്രഹ്മസം, ദാനം ആൻഡ് പണ്ടാരം വക വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മല്ലൻ ശങ്കരൻ. ആൻഡ് നാലാമത്തേത്, എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മണ്ഡപത്തും വാതുക്കൽ വിച്ച് വാസ് അണ്ടർലേ കാര്യക്കാർ ഹു വാസ് പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ തഹസിൽദാർ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 and 4 എന്നുള്ളതാണ്. നമുക്ക് ഡൗട്ട് തോന്നും, ഇത്രയും വലുതായിട്ട് എഴുതിയിരിക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ആദ്യത്തേതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഒന്ന് ഡൗട്ട് തോന്നും. പിള്ളമാർ, യോഗക്കാർ എന്നുള്ള പേര് വരുമ്പോൾ അവർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? അപ്പം ആ ഒരു ചരിത്രം നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം ആൻസർ എല്ലാ സ്റ്റേറ്റ്മെന്റും ഇവിടെ തന്നിരിക്കുന്നത് ശരിയാണ്. ഓക്കെ, അതാണ് കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം. അടുത്ത ചോദ്യം, ഫാക്ട് റിലേറ്റിംഗ് ഡച്ച് ഇൻ കേരള. ഡച്ചുകാരുടെയുമായി റിലേറ്റ് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, വായിക്കാം. ഇൻ 1643 ഫ്രഷ് ട്രീറ്റീസ് കൺക്ലൂഡഡ് ബിറ്റ്വീൻ ഡച്ച് ആൻഡ് ദ വൺ സൈഡ്, ഡച്ച് ഓൺ വൺ സൈഡ് ആൻഡ് ദ രാജാസ് ഓഫ് പുറക്കാട് ആൻഡ് കായംകുളം ഓൺ ദ അതർ സൈഡ്. അപ്പം 1643 കായംകുളം രാജാവും ഡച്ചുകാരും തമ്മിലുള്ള ട്രീറ്റി അവസാനിക്കുകയാണ്. The Cochin Raja accepted Dutch suzerainty and undertook to deliver the Dutch all the cinnamon and pepper produced in his country. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? കൊച്ചി രാജ അക്സെപ്റ്റ് ചെയ്യാണ്. ഈ അവരുടെ നാട്ടിലുള്ള കുരുമുളകിന്റെ മൊത്ത വ്യാപാരം ആർക്ക് കൊടുക്കുകയാണ്? ഡച്ചുകാർക്ക് കൊടുക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഇതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ റിലീജിയസ് പോളിസി ഓഫ് ദ ഡച്ച് വാസ് ലിബറൽ ആൻഡ് ടോളറന്റ് അൺലൈക്ക് ദാറ്റ് ഓഫ് ദ പോർച്ചുഗീസ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിലേറ്റ് ഗോവ വാസ് ഇൻ ഓവറോൾ ചാർജ് ഓഫ് ദ ഡച്ച് ടെറിട്ടറീസ് ഇൻ ദ ഈസ്റ്റ്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ 1, 2 and 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫാക്ട് അബൌട്ട് ഇന്റഗ്രേഷൻ ഓഫ് കേരള. കേരളത്തിന്റെ ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പയ്യന്നൂർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ May 1928 under the presidency of Jawaharlal Nehru, a resolutions constitute Kerala as a separate province എന്നുള്ളതാണ്. അപ്പം അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശൂർ ഇൻ April 1947 under the presidency of K. Kelappan, attending the regaining Maharaja of Kochi, Sri Kerala Varma, and spoke himself in favor of the establishment of a united Kerala state
കംപ്രൈസിംഗ് ഓഫ് ബ്രിട്ടീഷ്, മലബാർ, കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ. അപ്പോൾ 1947 എന്താ കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂർ വെച്ചിട്ടൊരു ഐക്യ കേരള കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് കൊച്ചിയിലെ രാജാവ് വരുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്, യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ളതിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണിത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തേത് ഇന്റഗ്രേഷൻ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഹെൽഡ് ഇൻ 1 ജൂലൈ 1949. അത് നമ്മുടെ ക്വസ്റ്റൻ ആൻസർ സെഗ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഫാക്ടർ അതിലൊന്നാണ് കേരളം തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരണമാകുന്നത് 1941 ജൂലൈ മാസം 1-ാം തീയതിയാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് അണ്ടർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓഫ് ആക്ട് 1956 the 4 southern taluks of Travancore, Tovala, Agastishwaram and Kalkulam and Vilavancourt included in Kerala state. അപ്പം included in Kerala state എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ല അല്ലേ. കേരളം തമിഴ്നാടിന് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ആൻസർ ഇതിനകത്ത് 2ഉം 3യുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് അതിൽ വരുന്നത്. 2 and 3 ആർ കറക്റ്റ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഏൻഷ്യന്റ് സാൻസ്ക്രിറ്റ് തിയേറ്റർ പ്രാക്ടീസ്ഡ് ഇൻ കേരള എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കൂടിയാട്ടം, രൂപക, പാതകം ആൻഡ് പ്രഹസന. ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയമൊന്നുമില്ല, ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ളൊരു തിയേറ്റർ ആർട്ട് ഫോം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ഓപ്ഷൻ എ ആണ് അവിടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അടുത്തത് കേരള കലാമണ്ഡലം സിറ്റുവേറ്റഡ് ഇൻ. എവിടെയാണ് കേരള കലാമണ്ഡലം സിറ്റുവേറ്റ് ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇതിനൊന്നും അധികം നമുക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാതെ എഴുതാൻ പറ്റും. ദ വെന്യൂ ഓഫ് ഉത്രട്ടാതി ബോട്ട് റേസ് ഇൻ കേരള. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. എവിടെയാണ്? ആറന്മുള വള്ളംകളി എന്നറിയപ്പെടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ. ഹൂ ഈസ് ഹോസ്റ്റിംഗ് ദ വിന്റർ ഒളിമ്പിക്സ് 2026? 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ഹൂ ഈസ് ദ ഓതർ ഓഫ് രാമകഥാപാട്ട്? രാമകഥാപാട്ട് നമുക്ക് ഓപ്ഷൻ ശ്രീരാമൻ, പൂനം, ചെറുശ്ശേരി ആൻഡ് അയ്യപ്പിള്ള ആശാൻ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ 2 എണ്ണം കൺഫ്യൂഷൻ വരും അല്ലേ. ശ്രീരാമനാണോ അയ്യപ്പിള്ള ആശാനാണോ എന്ന് മാത്രം ഒരു കൺഫ്യൂഷൻ വരും. രാമകഥാ ചരിതമാണ് ശ്രീരാമൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇതിനകത്ത്. രാമകഥാ പാട്ട് അയ്യപ്പിള്ള ആശാനാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാണ് അതിന്റെ ആൻസർ. അടുത്ത നമുക്ക് IT-യുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം സോഫ്റ്റ്വെയർ അലൗസ് സ്റ്റോറിംഗ് ദ ഔട്ട്പുട്ട് ആസ് ഒബ്ജക്റ്റ് കോഡ്? അപ്പം ഒബ്ജക്റ്റ് കോഡായിട്ട് ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കമ്പൈലർ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ആർ കൺസിഡർഡ് ടു ബി ഇന്റലിജന്റ് എന്നാണ്? റൗട്ടർ, സ്വിച്ച്, ഹബ്ബ്, ബ്രിഡ്ജ്. ഈ 4 എണ്ണമാണ് തന്നേക്കുന്നത്. റൗട്ടറും ഹബിനേക്കാൾ കൂടുതലായിട്ട് സ്വിച്ചും ബ്രിഡ്ജും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് 2 and 4. സ്വിച്ച് ആൻഡ് ബ്രിഡ്ജ് ആണ് എന്ത് ഇന്റലിജന്റ് ആയിട്ടുള്ള 2 ഡിവൈസസ്. ഓക്കെ, ദ കറണ്ട് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആസ് പെർ ടോപ്പ് 500 റാങ്കിങ് എന്ന് പറയുന്നത് 4 എണ്ണം തന്നിട്ടുണ്ട്. ഫുഗാക്കു, ഫ്രോണ്ടിയർ. അത് രണ്ടുമാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഫ്രോണ്ടിയർ ആണ് ഇപ്പോൾ നിലവിൽ എന്ത് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെർച്ച് എഞ്ചിൻ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ബിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് SSD, ദ എക്സ്പാൻഷൻ ഓഫ് SSD റിലേറ്റഡ് മെമ്മറി ഡിവൈസസ്. അതിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? SSD എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പം 5 ചോദ്യങ്ങൾ നമ്മുടെ IT ഫീൽഡിൽ ചോദിച്ചിട്ടുണ്ട്. ആ 5 നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഇന്റലിജന്റ് ഡിവൈസിന്റെ പേര് വരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അല്ലാതെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. അപ്പം കേരള റിലേറ്റഡ് ആയിട്ടുള്ള 3 ചോദ്യങ്ങൾ കണ്ടു. കേരള ഹിസ്റ്ററിയിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന മേഖലയിൽ 10 ചോദ്യങ്ങൾ, IT-യിൽ 5 ചോദ്യങ്ങൾ. ഇതൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ ISRO, DRDO ബന്ധപ്പെട്ടത്, പിന്നീടുള്ളത് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഒക്കെ വരുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം ബേസ്ഡ് ചെയ്തിട്ടാണ്. അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ആദ്യത്തേത്, ദ ഇന്ത്യൻ ഫിസിസ്റ്റ് ഹു ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ്. ഫാദർ ഓഫ് ഫൈബർ ഒപ്റ്റിക്സ് ആരാണെന്നുള്ളതാണ്. 4 ഓപ്ഷൻ, നരീന്ദർ സിംഗ് കപാനി, തനു പത്മനാഭൻ, സത്യേന്ദ്രനാഥ് ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ് എന്നുള്ളതാണ് 4 ഓപ്ഷൻ. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നരീന്ദർ സിംഗ് കപാനി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് നരീന്ദർ സിംഗ് കപാനിയാണ്. ഓക്കെ, രണ്ടാമത്തത്, വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് സ്പേസ് അസ്ട്രോണമി ഒബ്സർവേറ്ററി എന്നുള്ളതാണ്. 4 എണ്ണം, എക്സ്പോസാറ്റ്, ആസ്ട്രോസാറ്റ്, ആദിത്യ L1, ചന്ദ്രയാൻ 2 എന്ന് പറയുന്ന 4 ഓപ്ഷൻ. എക്സ്പോസാറ്റ് എക്സ്റേ പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ്. അത് പോളാർ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണത്.
രണ്ടാമത്തെ ഓപ്ഷൻ അസ്ട്രോസാറ്റ് ആണ്. ആദിത്യ L1 അത് ISROയുടെ എന്ത് മിഷനാണ്? സൂര്യനിലേക്കുള്ള മിഷനാണ് ആദിത്യ L1. അടുത്തത് ചന്ദ്രയാൻ ISROയുടെ ചന്ദ്രനിലേക്കുള്ള മിഷനാണ്. ഇതിനകത്ത് ബി എന്ന് പറയുന്നത് അസ്ട്രോസാറ്റ് ആണ്. സ്പേസ് അസ്ട്രോണമി ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. അസ്ട്രോസാറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്? ഹൈഡ്രോ പവർ, വിൻഡ് എനർജി, ബയോ എനർജി, ന്യൂക്ലിയർ എനർജി. സംശയമൊന്നുമില്ല, നമുക്ക് ന്യൂക്ലിയർ എനർജിയാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത 4ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇൻ ഇന്ത്യ? ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി 4 തന്നിട്ടുണ്ട്. രന്തംബോർ നാഷണൽ പാർക്ക്, മധുമലൈ സാഞ്ചുറി, ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി, മാനസ്. രന്തംബോർ രാജസ്ഥാൻ, മധുമലൈ തമിഴ്നാട്, ചിന്നാർ കേരള ആൻഡ് മാനസ് ആസാം ആണ്. ഇതിന്റെ കറക്റ്റ് ഉത്തരം രന്തംബോർ ആണ്. രന്തംബോർ രാജസ്ഥാൻ ആണ് ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇത്രയുമാണ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. Which of the following statements is correct about the Indian economy during the COVID pandemic 2019-21? നമുക്കറിയാം ഇതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആൻസർ കറക്റ്റ് ആൻസേഴ്സ് അല്ല വരുന്നത്, മറിച്ച് നമുക്ക് ഓപ്ഷൻസിന് സഹായത്തോടെ ആൻസർ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടേഴ്സ് ഹാവ് ബീൻ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ദ പാൻഡമിക്. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പല മിനിസ്ട്രീസിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം പാൻഡമിക് സിറ്റുവേഷൻസിൽ കാര്യമായ രീതിയിൽ അഗ്രികൾച്ചറിന് കോട്ടം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആൻഡ് അലീഡ് സെക്ടേഴ്സ് ഹാവ് ബീൻ ദ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ദ പാൻഡമിക് ശരിയാണ്. 2. ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റിമെയിൻഡ് ഇൻ സർപ്ലസ്. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഒന്നും വന്നതായിട്ട് പാൻഡമിക് സിറ്റുവേഷൻസിൽ വന്നിട്ടില്ല. ഇന്ത്യക്ക് ഒരു ലാസ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നത് 1991-ലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റിമെയിൻഡ് ഇൻ സർപ്ലസ്, സർപ്ലസിൽ തന്നെ ആയിരുന്നു. അടുത്തത് ഇന്ത്യാസ് റെസ്പോൺസ് ഹാസ് ബീൻ ആൻ എംഫസിസ് ഓൺ ഡിമാൻഡ് മാനേജ്മെൻറ്റ് റാദർ ദാൻ റിലയൻസ് ഓൺ സപ്ലൈ സൈഡ് റിഫോംസ്. ഇത് കൃത്യമായിട്ട് ഒന്നും നമുക്ക് ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യൻ എക്കണോമി എക്സ്പെക്റ്റഡ് ടു വിറ്റ്നസ് എ റിയൽ GDP എക്സ്പാൻഷൻ. ഓക്കെ, ഇന്ത്യൻ എക്കണോമി പാൻഡമിക് സിറ്റുവേഷൻസിൽ ഇന്ത്യൻ എക്കണോമി GDP എക്സ്പാൻഷൻ അല്ല സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്ന ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 and 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. റിവേഴ്സ് റിപ്പോ റേറ്റ് refers to the fixed interest rate at which the Reserve Bank absorbs liquidity on an overnight basis from banks against the collateral of eligible government securities under the liquidity adjustment facility. B. The flexible interest rate at which the Reserve Bank absorbs liquidity on an overnight basis from banks against the collateral of eligible government securities under the liquidity adjustment facility. C. The rate at which Reserve Bank is ready to buy or rediscount bills of exchange or other commercial papers. D. The outright purchase and sale of government securities for injection and absorption of durable liquidity respectively. നമുക്ക് നോക്കാം. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയുടെ അഥവാ ലിക്വിഡിറ്റി അഥവാ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഒന്ന് റിപ്പോയും 2 റിവേഴ്സ് റിപ്പോയും. എന്താണ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പൈസ, അതായത് റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇതിന് നേരെ റിവേഴ്സ് ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അതായത് ബാങ്കുകളിലെ ഇരിക്കുന്ന പൈസ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസർവ് ബാങ്ക് കൊടുക്കും എന്ന് സിമ്പിളായിട്ട് നമുക്ക് റിവേഴ്സ് റിപ്പോയെ മനസ്സിലാക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം, നോക്കാം. ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 2. ദ റിസർവ് ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി. റിസർവ് ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി എന്ന് അർത്ഥം എന്താണ്? റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ ഇരിക്കുന്ന പൈസ റിസർവ് ബാങ്കിൻ്റെ കയ്യിലേക്ക് മേടിക്കുന്നു. റിസർവ് ബാങ്ക് എങ്ങനെ ലിക്വിഡിറ്റിയെ അഥവാ മണി സപ്ലൈയെ, മണിയുടെ ലഭ്യതയെ, മണിയുടെ ലിക്വിഡിറ്റിയെ റിസർവ് ബാങ്ക് വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ് ഫ്രം ബാങ്ക്സ്. ആരിൽ നിന്ന് മേടിക്കുന്നു? ഫ്രം ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദ കൊളാറ്ററൽ ഓഫ് എലിജിബിൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അണ്ടർ ദ LIF ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സി എന്ന് പറയുന്ന റിപ്പോ റേറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്.
ബിക്കകത്ത് പ്രശ്നം എന്ന് പറയുന്നത് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, അതൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Which among the following is the largest item of revenue in the Union Budget 2022-23? A. Income tax. B. Union excise duties. C. GST. D. Borrowings and other liabilities. ചോദ്യം ശ്രദ്ധിക്കുക. Which among the following is the largest item of revenue? എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കിട്ടിയ ഏറ്റവും വലിയ വരുമാനം എന്താണ്? ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ എന്നാണ് ചോദ്യം. ഓർക്കുക, ഈ ചോദ്യം ലാർജസ്റ്റ് ഐറ്റം ഓഫ് ടാക്സ് റവന്യൂ എന്നല്ല. ഓക്കെ, ടാക്സ് റവന്യൂ എന്നായിരുന്നെങ്കിൽ ഉത്തരം GST വന്നേനെ. 2022-23 ഗവൺമെന്റിന് കിട്ടിയ ഏറ്റവും വലിയ ടാക്സ് റവന്യൂ, നികുതി വരുമാനം GST ആയിരുന്നു. എന്നാൽ ഗവൺമെന്റിന് കിട്ടിയ റവന്യൂ എന്ന് മാത്രമാണ് ചോദ്യം. റവന്യൂ എന്ന് മാത്രമായ ചോദ്യം ആയതുകൊണ്ട് തന്നെ ആൻസർ ബോറോവിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. 2022-23 ബഡ്ജറ്റിൽ റിപ്പോർട്ടിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി നിന്നത് ബോറോവിങ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്? നോട്ട് ആൻ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഓക്കെ, എ ടു ഫോസ്റ്റർ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. B. To develop mechanisms to formulate credible plans at the central level. C. To design strategic and long-term policy and program framework. D. To create a knowledge, innovation and entrepreneurial support system. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്കറിയാം നമുക്ക് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു ഓർഗനൈസേഷനാണ് നീതി ആയോഗ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് ആയിട്ടാണ് നീതി ആയോഗ് ആക്ട് ചെയ്യുന്നത്. ആ നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ വരാത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പം നീതി ആയോഗിൻ്റെ പ്രത്യേകത തന്നെ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് എഗെയിനിസ്റ്റ് ആയിട്ടാണ് നീതി ആയോഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക അറിയാം, ഒന്നാമത്തെ ഓപ്ഷൻ എഫ് ടു ഫോസ്റ്റർ കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഇത് ശരിയാണ്. അടുത്തത് ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദി സെൻട്രൽ ലെവൽ ഇത് തെറ്റാണ്. സെൻട്രൽ ലെവലിലുള്ള പ്ലാൻസിന് വേണ്ടിയല്ല. നീതി ആയോഗിന്റെ പർപ്പസ് തന്നെ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ്. അപ്പോൾ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് നീതി ആയോഗ് ആണ് ചോദ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. Facts relating to Mughal administration of the medieval period. The first time in Indo-Islamic literature, Aini Akbari expounds the principles of taxation. 2. Akbar's ministry comprised 4 members: Wakil, Wazir, Mirbakshi, Sadar, Sadar. 3. Practically all services exception of the religious and judicial were organized on a military basis and were controlled and paid by the military department. 4. The king was the fountain head of all authority except judiciary and military. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഫാക്ട്സ് റിലേറ്റിംഗ് ടു മുഗൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാം. നല്ല രീതിയിൽ ചിന്ത ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. നമുക്ക് 1 by 1 ആയി പരിശോധിക്കാം. ഒന്ന്, ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ 4 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്, മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്: വക്കീൽ, വസീർ, മിർബക്ഷി ആൻഡ് സദർ സദർ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഞാൻ എലിമിനേറ്റ് ചെയ്തു. പിന്നെയുള്ളത് ദ കിങ് വാസ് ദ ഫൗണ്ടൈൻ ഹെഡ് ഓഫ് ഓൾ അതോറിറ്റി എക്സെപ്റ്റ് ജുഡീഷ്യറി ആൻഡ് മിലിറ്ററി. ഇതൊരു കിങ്ഷിപ്പാണ്. കിങ്ഷിപ്പിൽ മൊണാർക്കി സിസ്റ്റത്തിൽ രാജാവാണ് എല്ലാത്തിൻ്റെയും ഹെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഫൗണ്ടൈൻ ഹെഡ് എന്ന രാജാവായതുകൊണ്ട് തന്നെ ഈ 4th സ്റ്റേറ്റ്മെൻറ്റ് അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ 4th സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ആൻസർ വരത്തില്ല. അതുകൊണ്ട് അതും ഞാൻ കളഞ്ഞു. പിന്നെ ഉള്ളത് 1, 2 ആണ്. 1, 2 and 3 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മിലിറ്ററി ഗവർണർഷിപ്പാണ്. അപ്പം അവിടെ റിലീജിയസ് ആയിട്ടുള്ളതും അഥവാ ജുഡീഷ്യസും ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മിലിറ്ററി സെറ്റപ്പിലാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പല സ്ഥാനങ്ങൾ അവാർഡ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ പല ജനറൽസിനും പ്രഭുക്കന്മാർക്കും പല അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. 15. Facts relating to socio-religious reform movement. 1.
The one idea that haunted Vivekananda during his Parivrajaka or wandering days was how to make the Vedanta practical. 2. Ram Mohan Roy was fully alive to the challenges that had come to India in the form of Western civilization and felt strongly the need for a new philosophy which would, without sacrificing the genuine spiritual heritage of India, absorb and assimilate the modernism imported from the West. 3. Pratna Samaj followers devoted their attention mainly to social reform, interlining, intermarriage, remarriage of widows, and improvement of the lot of women and the depressed classes. 4. Annie Besant believed that a revival and a reintroduction of India's ancient ideals and institutions could solve most of the problems. വീണ്ടും നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സോ വിവേകാനന്ദയെ സംബന്ധിച്ചിടത്തോളം അതായത് വേദാന്ത ഫിലോസഫി അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് വേദങ്ങളിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ യൂസ് ഓഫ് വേദത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റാംമോഹൻ റോയ് ആണെങ്കിൽ വെസ്റ്റേൺ ഐഡിയാസും ഈസ്റ്റേൺ ഐഡിയാസും കൂടെ മിക്സ് ചെയ്തൊരു പുതിയ സിസ്റ്റം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം സ്ഥാപിച്ച ആംഗ്ലോ ഹിന്ദു സ്കൂൾസൊക്കെ എക്സാമ്പിൾസ് ആണ്. അതുകൊണ്ട് ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രാർത്ഥനാ സമാജ് സോഷ്യൽ റിഫോംസ് മുൻനിർത്തിയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആനി ബെസനെ സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുകൊണ്ട് തന്നെ 2, 3, 4 ശരിയായിട്ട് വരുന്ന 2, 3, 4 വരുന്ന ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഫാക്ട്സ് റിലേറ്റിംഗ് ടു റൈസ് ഓഫ് എക്സ്ട്രീമിസം. 1. Recognition of the true nature of British rule. 2. Deteriorating economic condition of India. 3. Lytton and Curzon's progressive administrative policies. 4. Contemporary international influence. ഓക്കെ, നമുക്കറിയാം ലിട്ടനും റിപ്പനും ഇന്ത്യ റിയാക്ഷണറി പോളിസീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രോഗ്രസീവ് പോളിസീസ് ആയിട്ട് ഇന്ത്യൻ നാഷണലിസ്റ്റിന് തോന്നിയിട്ട് റിയാക്ഷണറി പോളിസീസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കറക്റ്റാണ്. റെക്കഗ്നീഷൻ ഓഫ് ദി ട്രൂ നേച്ചർ ഓഫ് ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ നേച്ചർ മനസ്സിലാക്കി. ഇന്ത്യയിലെ ആ സമയത്ത് എക്കണോമിക് കണ്ടീഷൻസ് വളരെ മോശമായി, അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടി. അതേപോലെ തന്നെ ആ സമയത്ത് ലോകത്തിൽ നടന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകളും ഇന്ത്യൻ നാഷണലിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു, അത് എക്സ്ട്രീമിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. അതുകൊണ്ട് 1, 2 and 4 ശരിയായിട്ട് വരുന്ന 1, 2 and 4 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം. 27ാം ചോദ്യം നോക്കാം. ഫാക്ട്സ് അബൌട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. The first association of British with the work of administration under what is called the system of dual government. 2. By Regulating Act, Supreme Court constituted in 1774 with Sir Elijah Imbe as Chief Justice. 3. The Pitt's India Act 1784 introduced changes mainly the company's home government in London. 4. By the Charter Act of 1813, company was deprived of its monopoly of trade with India, but it still enjoyed its monopoly to trade with China and the trade in tea. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. വീണ്ടും വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നല്ല ഡെപ്തിലുള്ള അനാലിസിസ് ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ക്ലിയർ ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബൈ ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 കമ്പനിക്ക് മൊണോപ്പോളി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് പാർഷ്യൽ അബോളിഷൻ ആയിരുന്നു. ചൈനയുമായിട്ടുള്ള കച്ചവടത്തിലും തേയില കച്ചവടത്തിലും കമ്പനി മൊണോപ്പോളി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരണം. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നിട്ടില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ സിയിലും ബിയിലും ഡിയിലും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അറിയാവുന്ന കേസ് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ടിനെ സംബന്ധിച്ചുള്ളതാണ്. റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോർട്ട് 1774 സ്റ്റാർട്ട് ചെയ്തു. കൽക്കത്തയിൽ എലീജ ഇംബെ ആയിരുന്നു ചീഫ് ജസ്റ്റിസ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 2ഉം 4ഉം വരണം. 2ഉം 4ഉം വരുന്ന വീണ്ടും നമുക്ക് 2 ഓപ്ഷൻസ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിയും ഡിയും നിൽക്കുകയാണ് അല്ലേ. 2ഉം 4ഉം വരുന്ന 2 ഓപ്ഷൻസ് ബിയിലും ഡിയിലും 2ഉം 4ഉം വരുന്നുണ്ട്. പക്ഷേ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വീണ്ടും വരികയാണ്. ഒന്ന്, ഫസ്റ്റ് അസോസിയേഷൻ ഓഫ് ബ്രിട്ടീഷ് വിത്ത് ദ വർക്ക് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ വാട്ട് ഈസ് കോൾഡ് സിസ്റ്റം ഓഫ് ഡ്യുവൽ ഗവൺമെൻറ്. 1765 ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ബംഗാളിൻ്റെ അധികാരം ഇംഗ്ലീഷുകാർ കയ്യിലേക്ക് വന്നു. ആ സമയം മുതൽ 1772 വരെ 1765 മുതൽ 1772 വരെ ബംഗാളിൽ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്ത പോളിസിയായിരുന്നു ഡബിൾ ഗവൺമെൻറ് അഥവാ ഡ്യുവൽ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഡ്യുവൽ ഗവൺമെൻറ് വഴിയാണ് ശരിക്കും ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1 ശരിയാണ്, 4 ശരിയാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1, 2, 4 ശരിയായിട്ട് വരുന്ന 1, 2, 4 ശരിയായിട്ട് വരുന്ന
ഓപ്ഷൻ വരുന്നത് നമുക്ക് ഡി ആണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടാണ് വന്നേക്കുന്നത്. ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ശരിയാകുന്നുണ്ട്. കാരണം പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി കമ്പനിയുടെ ഗവർണർഷിൽ കമ്പനിയുടെ മേൽ ഒരു ഡബിൾ കൺട്രോൾ, ഒരു ഡ്യുവൽ കൺട്രോൾ കൊണ്ടുവരുവാണ് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും വഴി. അപ്പോൾ അത് ഇംഗ്ലണ്ടിലാണ് അത് ബോർഡ് ഓഫ് കൺട്രോളിൻ്റെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് 27ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. Question number 28. Facts relating to French Revolution. 1. The Estates General was traditionally composed of 3 assemblies representing the 3 estates. 2. In tax system, those who were the wealthiest and therefore best able to support the state were the very ones who paid the least. The revolution was not caused by philosophers but by the conditions and evils of the national life and by the mistakes of the government. 4. The Declaration of the Rights of Man, a statement intended to have universal applications and which certainly had very far-reaching implications. Okay, ഇപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്: ദ എസ്റ്റേറ്റ്സ് ജനറൽ വാസ് ട്രഡീഷണലി കമ്പോസ്ഡ് ഓഫ് 3 assemblies representing 3 estates. അതെറ്റാണ്. 3 assemblies ഇല്ല, 1 അസംബ്ലിയേ ഉള്ളൂ. 1 അസംബ്ലിക്കകത്ത് 3 estates ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരുന്ന എല്ലാ ആൻസേഴ്സും അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 എലിമിനേറ്റ് ചെയ്തു, എ എലിമിനേറ്റ് ചെയ്തു, സി എലിമിനേറ്റ് ചെയ്തു. അടുത്ത് നോക്കാം. ഇൻ ടാക്സ് സിസ്റ്റം ദോസ് ഹു വെയർ ദ വെൽത്തിയസ്റ്റ് ആൻഡ് ദെയർഫോർ ബെസ്റ്റ് ഏബിൾ ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ് വെയർ ദ വെരി വൺസ് ഹു പെയ്ഡ് ദ ലീസ്റ്റ്. അതെ, ആ ഫ്രാൻസിൽ ആ സമയത്ത് ഏറ്റവും വെൽത്തിയ ആൾക്കാർ അവരായിരുന്നു സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടത് അവരായിരുന്നു. പക്ഷെ അവരാണ് ഏറ്റവും കുറവ് ടാക്സ് അടച്ചത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 2 എന്തായാലും ശരിയായിട്ട് വരുന്ന 2 ശരിയായിട്ട് വരുന്ന, അപ്പോൾ ഡിക്കകത്ത് 2 ഇല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പം ഒറ്റ ഓപ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് വേണമെങ്കിലും എലിമിനേഷൻ വഴി നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. Question number 29. Facts about the cause of Second World War. 1. Rearmament and appeasement. 2. Militarism, imperialism and colonialism. 3. Munich Pacts and decisions for Italian-Polish corridor attack. നമുക്ക് നോക്കാം. നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ സംബന്ധിച്ച് റിയാർമമെന്റ് ആൻഡ് അപ്പീസ്മെന്റ് ഉണ്ട്. 2 പറയുന്നത് മിലിറ്ററിസം, ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം ഉണ്ട്. അപ്പോൾ 2 നിർബന്ധമായിട്ടും വരണം. 2 എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഡിയിൽ മാത്രം എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ നമുക്കറിയാം ഇറ്റാലിയൻ പോളിഷ് കോറിഡോർ അറ്റാക്ക് അല്ല, ജർമ്മൻ പോളിഷ് കോറിഡോർ അറ്റാക്ക് ആണ്. അപ്പോൾ 4 എന്തായാലും വരാൻ സാധിക്കത്തില്ല. 4 വരാത്ത സിയും ബിയും എന്തായാലും ആൻസർ ആയിട്ട് വരുന്നില്ല. കാരണം 4 വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. 1, 2 and 3 ആർ കറക്റ്റ്. 1, 2 and 3 ആർ കറക്റ്റ് വരുന്ന ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, 29th ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് 30ാമത്തെ ചോദ്യം കൂടെ നോക്കി പോകാം. കോസസ് ഫോർ ദ റൈസ് ഓഫ് നാഷണലിസം. പാർട്ടീഷൻസ് ഓഫ് ബംഗാൾ ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ദ പ്രസ് ആൻഡ് ദ periodications, British policy and irreversible controversy, British foreign policy of the pre-war years upset the Muslim feelings in India. നമുക്ക് നോക്കാം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നാഷണലിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെയായിരുന്നു. അതേപോലെ തന്നെ പ്രസ് ആൻഡ് പീരിയോഡിക്കൽസ് ആണ് ഇന്ത്യയിൽ നാഷണലിസം സ്പ്രെഡ് ചെയ്ത ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട്, ഏറ്റവും വലിയ ഉപാധിയായിട്ട്, ഏറ്റവും വലിയ മാർഗമായിട്ട് ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് 1ഉം 2ഉം എന്തായാലും ഓപ്ഷനിൽ വരണം. ഇപ്പോൾ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എയ്ക്കകത്ത് 1 ഇല്ല, 2 ഉണ്ട്. സിക്കകത്ത് 1 ഇല്ല, ബിക്കകത്ത് 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 1, 2, 3, 4 വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സിറ്റുവേറ്റഡ്. ഡയറക്ടേഴ്സിലാണ് നമുക്കറിയാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി ലൊക്കേറ്റഡ് ഡെറാഡൂൺ. അപ്പോൾ 40 ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 41. Identify the layer of atmosphere mentioned in the facts listed and choose the correct answer from the given below. അപ്പോൾ ഏതോ ഒരു ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹിയർ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അപ് ടു എ ഹൈറ്റ് ഓഫ് 20 kilometers and afterwards it gradually increases up to a height of 50 kilometers because of the presence of ozone layer which absorbs sun's ultraviolet rays. 2. It is a non-conductive zone of the atmosphere containing rarefied air where clouds are absent with little dust or water vapor. വളരെ ക്ലിയർ ആണ്. ഓസോൺ കാണപ്പെടുന്ന ലെയർ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ആൻസർ എന്തേ വരത്തുള്ളൂ? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. Question number 42. Consider the following statements regarding river deltas and identify the correct statements from the chords given below. 1. Delta is a fan-shaped area of the
or fine alluvium at the mouth of a river. Deltas are the tidal mouth of a river where fresh and saline water are mixed. For the formation of delta, a shallow sea, a river with substantial load of suspended rock materials and calm water offshore are necessary. Deltas are formed on the shores of high tidal seas. ഇവിടെ നോക്കുക, ഡെൽറ്റയെ സംബന്ധിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നേക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് നിന്ന് ചില ക്ലൂ കിടപ്പുണ്ട്. ഒരു ക്ലൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഡെൽറ്റാസ് ആർ ദി ടൈഡൽ മൗത്ത് ഓഫ് റിവർ വെയർ ഫ്രഷ് ആൻഡ് സലൈൻ വാട്ടർ ആർ മിക്സഡ്. ഇത് ഡെൽറ്റ അല്ല, ഇറ്റ്സ് എക്സ്പ്ലനേഷൻ ഫോർ എസ്റ്റുറി. എസ്റ്റുറി ആണ്, എസ്റ്റുറിയുടെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഓപ്ഷനിൽ കാണാൻ പാടില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എലിമിനേറ്റ് ചെയ്തു. സിയിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു. ബിയിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എലിമിനേറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അപ്പോൾ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. എസ്റ്റുറി എന്താണെന്ന്, ഡെൽറ്റ എന്താണെന്ന് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 43. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് മെൻഷൻഡ് ഇൻ ദ ഫാക്ട്സ് ലിസ്റ്റഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. Sariska Tiger Reserve is in the Alwar district of the state. Pokhran lies in the state, is in the Jaisalmer district. The largest canal in India, Indira Gandhi Canal, which utilizes water of Satluj, is in the state. Okay, വളരെ ക്ലിയർ ആണ്. പൊഖ്രാൻ, ആൽവാർ ഡിസ്ട്രിക്റ്റ് അല്ലേ, അല്ലെങ്കിൽ സരിസ്ക ടൈഗർ റിസർവ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും സ്ഥലം എവിടെയാണ്. സ്ഥലം രാജസ്ഥാനാണ്. സോ രാജസ്ഥാൻ വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. Question number 44. Identify the incorrect statement from those given below. Identify the incorrect statement. On 21st March, it is spring in northern hemisphere, so-called spring or vernal equinox. On 23rd September, it is autumn in northern hemisphere, so-called autumn equinox. 21st June, North Pole is inclined towards sun, so days are long and hot, and it's summer in northern hemisphere, so-called summer solstice. On 22nd December, South Pole is inclined towards sun, so days are long and hot, and it is winter in southern hemisphere, so it is called winter solstice. ഓർക്കുക, നമുക്കറിയാം ഡിസംബർ മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വിന്റർ, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മറാണ്. ഇപ്പോൾ പറഞ്ഞ് സോ കോൾഡ് വിന്റർ, സദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. തെറ്റാണ്. സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സദേൺ ഹെമിസ്ഫിയറിൽ ഡിസംബറിൽ സമ്മറാണ്. അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ആണ് ചോദിച്ചേക്കുന്നത്. സോ 4 ഈസ് ലോങ് വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 45th ക്വസ്റ്റ്യൻ. ദ ഫാക്ട്സ് മെൻഷൻഡ് ബിലോ are about a peninsular river system of India. Identify the correct one from the choices given below. It is the second largest peninsular river system of India. It rises from a spring near Mahabaleshwar, is 1400 km long. Its major tributaries are Bhima and Tungabhadra. It flows through Maharashtra, Karnataka, Andhra Pradesh. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ റിവേഴ്സിൻ്റെ സോഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ എന്ന് പറയുന്നതിൽ നിന്നും മഹാബലേശ്വരം ഉത്ഭവിക്കുന്നത് പറയുന്നതിൽ നിന്നും തുംഗഭദ്രയും ഭീമയും ട്രിബ്യൂട്ടറീസ് ആണെന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആൻസർ കറക്റ്റായി കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് കൃഷ്ണ റിവർ സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പൊളിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. As per the Consumer Protection Act 2019, a product manufacturer shall be liable in a product liability action if product manufacturerൻ്റെ ലയബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് എന്തൊക്കെ കാരണങ്ങളാലാണ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ലയബിൾ ആണെന്ന് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. ദി പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് എ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. The product is defective in design. There is a deviation from manufacturing specifications and the product does not conform to the express warranty. ഈ 4 റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 റീസൺ കൊണ്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർക്ക് ലയബിലിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. ഇൻഫാക്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഈ 4 റീസൺ ആണ് പ്രോഡക്റ്റിൻ്റെ ഡിഫക്റ്റ് വന്നാലും, ഡിസൈനിൽ ഡിഫക്റ്റ് വന്നാലും, മാനുഫാക്ചറിങ് സ്പെസിഫിക്കേഷൻസ് ഒന്ന് മാറിയാലും, അതേപോലെ തന്നെ വാറൻറ്റിക്ക് അനുസരിച്ച് കൺഫോമിറ്റി ഇല്ല എങ്കിലും, അഗ്രി ചെയ്യുന്നില്ല എങ്കിലും എല്ലാം തന്നെ പ്രോഡക്റ്റ് മാനുഫാക്ചറർ റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓൾ ആണ്. 1, 2, 3 and 4 വരുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നോട്ട് എ മെമ്പർ. അപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, ബി ആർ അംബേദ്കർ വാസ് ദി ചെയർപേഴ്സൺ,
KM മുൻഷിയും സാദുള്ളയും മെമ്പേഴ്സ് ആയിരുന്നു. മെമ്പർ ആയിരുന്നില്ലാത്ത ഒരാൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ആർട്ടിക്കിൾ ഡീലിംഗ് വിത്ത് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ്? ആർട്ടിക്കിൾ 368 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 368 എങ്ങനെയാണ് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഭേദഗതി വരുത്താൻ പറ്റുന്നതെന്നാണ്. നോട്ട് ബൈ സിമ്പിൾ മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി അല്ല ആൻസർ വരുന്നത്, സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി വഴിയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പ്രൊവിഷൻ സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സെക്കൻഡ് പ്രൊവിഷനും പറയുന്നുണ്ട്, ഫെഡറൽ ഫീച്ചേഴ്സ് നമുക്ക് അമെൻഡ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് കൺസെൻറ്റ് ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ പിക്ക് ചെയ്യുന്നത് ഈ തേർഡ് ഓപ്ഷൻ എടുക്കുന്നില്ല, ബൈ സ്പെഷ്യൽ പ്രൊസീജിയർ എടുക്കുന്നില്ല. സ്പെഷ്യൽ മെജോറിറ്റിയാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ മെജോറിറ്റി എടുക്കുന്നു. ഇനി അടുത്തത് നോക്കാമല്ലോ. ഫൈൻഡ് ഔട്ട് ദി റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യയെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദർ ഇസ് നോ സ്പെസിഫിക് ഗ്യാരൻറ്റി ഓഫ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോ സ്പെസിഫിക് ഗ്യാരൻറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീഡം ഓഫ് പ്രസ് ഈസ് ആബ്സല്യൂട്ട് റൈറ്റ്. ഒരു റൈറ്റും നമുക്ക് ആബ്സല്യൂട്ട് അല്ല. എല്ലാ റൈറ്റിലും, എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റ്സും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അതിനകത്തുണ്ട്. അപ്പം ഒന്നും കംപ്ലീറ്റോ ആബ്സല്യൂട്ടോ അല്ല. ദ പ്രസ് ഈസ് ഇമ്മ്യൂൺ ഫ്രം ഓർഡിനറി ഫോംസ് ഓഫ് ടാക്സേഷൻ. റോങ്. പ്രസ്സിൽ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റിയും പറയുന്നില്ല. ഓർഡിനറി ടാക്സേഷൻ്റെ എല്ലാ കാര്യങ്ങളും പ്രസ്സിനും കൂടി ആപ്ലിക്കബിൾ ആണ് എന്ന് കൃത്യമായിട്ട് ഏതിലാണ് പറയുന്നത്? പറഞ്ഞിട്ടില്ലല്ലോ. ഏതിലാണ്? ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ദർ ഇസ് നോ സ്പെസിഫിക് മെൻഷൻ. സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് പറയുന്നില്ല ദാറ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, പ്രസ് വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ഫ്രീഡം ഓഫ് പ്രസ്സും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇതൊന്നും അറിയുന്ന ഒരാൾക്ക് പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി നോക്കൂ. ദ പ്രസ് എൻജോയ്സ് സ്പെഷ്യൽ പ്രിവിലേജസ് അണ്ടർ ആർട്ടിക്കിൾ 19. നോ, അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രിവിലേജസും ആർട്ടിക്കിൾ 19 പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് പ്രസ് തന്നെ പറഞ്ഞിട്ടില്ല. ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. ഹൗ മെനി ടൈംസ് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 വാസ് ഇമ്പോസ്ഡ് ഇൻ ഇന്ത്യ? സോ 3 ടൈംസ്, 3 തവണയാണ് നാഷണൽ എമർജൻസി ഇമ്പോസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ നമ്മുടെ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഏത് നോക്കിയാലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, ഡയറക്റ്റും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊളിറ്റിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് 46 ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം. ടു കണ്ടക്ട് എക്സാമിനേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ്സ് ടു ദി സർവീസസ് ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സർവീസസ് ഓഫ് ദി സ്റ്റേറ്റ്. സർവീസസ് ഓഫ് ദ യൂണിയൻ ആൻഡ് സർവീസസ് ഓഫ് ദി സ്റ്റേറ്റ്, ഇത് രണ്ടിനും എന്താ ചെയ്യുന്നത്? ദ കണ്ടക്ട് എക്സാമിനേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് UPSC. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ടു ബി കൺസൾട്ടഡ് ഓൺ ഡിസിപ്ലിനറി മാറ്റേഴ്സ് അഫക്റ്റിംഗ് എ പേഴ്സൺ സെർവിങ് അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ് സെർവൻസ് ഓഫ് ഇന്ത്യ, അതായത് സെർവൻസ് അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സെർവൻസിന് മാത്രം, അല്ലെങ്കിൽ ആ സർവീസിലുള്ളവർക്ക് മാത്രമാണ് ഡിസിപ്ലിനറി മീൻസ് വരുന്നത്. എന്നാൽ ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് 2 പേർക്കും ഉണ്ട്, യൂണിയനിലും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്സിലും ഉണ്ട്. മൂന്നാമത്തെ നോക്കാം. ടു ബി കൺസൾട്ടഡ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ടു മിലിറ്ററി സർവീസസ്. ഓപ്ഷൻ ഡി നോക്കാം. ടു ബി കൺസൾട്ടഡ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ക്ലെയിം ഫോർ ദി അവാർഡ് ഓഫ് എ പെൻഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇഞ്ചുറി സസ്റ്റെയിൻഡ് ബൈ എ പേഴ്സൺ വൈൽ സെർവിങ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ശരിക്കും ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ, UPSCയുടെ ഫംഗ്ഷനിൽ പെടുന്നതല്ല ഈ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് സർവീസിൽ എക്സാമിനേഷൻ നടത്തുന്നതും അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ നടത്തുന്നത് അതിന് നമുക്കൊരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റിന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളതുപോലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മാത്രമാണ്, യൂണിയനിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് മാത്രമാണ് അല്ലെങ്കിൽ എക്സാംസ് മാത്രമാണ് ആര് നടത്തുന്നത്? UPSC. പിന്നെ നമുക്കൊരു സംശയം വരുന്നത് ഇതാണ്, റിക്രൂട്ട്മെൻറ്റ് ടു മിലിറ്ററി സർവീസസ്. ഇൻഫാക്റ്റ് NDA പോലെയുള്ള എക്സാംസ് ഇത് നടത്തുന്നത് UPSC തന്നെയാണ്. അപ്പോൾ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ UPSC ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടും ഇതും ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും
കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് എ ഫംഗ്ഷൻ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 47ാമത്തെ ചോദ്യം നോക്കാം. പൊളിറ്റി ബേസ്ഡ് ആണ്. ഐഡൻറ്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി വിച്ച് ഈസ് നോട്ട് റിക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി ഇൻ ഇന്ത്യ ആസ് ഓൺ 2022. ആസ് ഇൻ 2022 ഡേറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2022 ഡേറ്റ പ്രകാരം ഏതൊക്കെയാണ് ഏത് നാഷണൽ പാർട്ടി അല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി. ഈ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2022 ആണ് എങ്കിൽ ആ ഡേറ്റ പ്രകാരമാണെങ്കിൽ ആം ആദ്മി പാർട്ടി ആയിരിക്കണം ആൻസർ. കാരണം ആ സമയത്ത് 2022 ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. സ്റ്റേറ്റ് പാർട്ടി ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. എന്നാൽ 2023 ആകുമ്പോഴേക്കും ഏപ്രിൽ റീസെൻ്റ്ലി 2023 ഏപ്രിൽ ആയപ്പോഴേക്കും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് നാഷണൽ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടു. അത് സ്റ്റേറ്റ് പാർട്ടി ആവുകയും ആം ആദ്മി പാർട്ടി എന്തായി? നാഷണൽ പാർട്ടി ആവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിൻ്റെ പ്രശ്നം. 2022 ആണ് ചോദ്യം എന്നുള്ളത് കൊണ്ട് ആം ആദ്മി പാർട്ടി ഉത്തരം. ഇനി 2023 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ആയനെ. ഓപ്ഷൻ എക്കും ബിക്കും ഒരു പ്രശ്നവുമില്ല. ബിക്കോസ് ദേ ആർ സ്റ്റിൽ അവരിപ്പോഴും നാഷണൽ പാർട്ടീസ് തന്നെയാണ്. BJP ആയാലും ബഹുജൻ സമാജ് പാർട്ടി ആയാലും ബഹുജൻ സമാജ് പാർട്ടി ആയാലും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. Under RTI Act, how much time is provided for disbursal of information sought for concerns on life or liberty of a person? So life or liberty concern ചെയ്യുന്ന കേസ് ആണെങ്കിൽ RTI എത്ര സമയത്തിനുള്ളിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ചോദ്യം. സോ ആ ക്വസ്റ്റ്യനും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ആൻസർ വരുന്നത് 48 hours, 48 മണിക്കൂറിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 49. Which among the following is the qualification to be appointed as a President, National Consumer Disputes Redressal Commission? So National Consumer Disputes Redressal Commissionന്റെ പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നാണ് ചോദ്യം വരുന്നത്. ഇതാണ് ക്വാളിഫിക്കേഷൻ. സിറ്റിംഗ് ഓർ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഇനീഷ്യേറ്റഡ് ദ ഭൂമി പ്രോജക്റ്റ്? ഭൂമി പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തത് കർണാടകയാണ്. ഇതാണ് നമുക്ക് പൊളിറ്റി സെക്ഷനും പൊളിറ്റി സെക്ഷൻസ് മെയിൻലി പൊളിറ്റി, അതേപോലെ തന്നെ ആക്ട് റിലേറ്റഡ് സെക്ഷൻസും ഒക്കെ മെയിനായിട്ട് വന്നിരിക്കുന്ന ചോദ്യം. ആൻഡ് ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സിമ്പിളായിട്ടാണ്, നേരത്തെയുള്ള എക്സാംസിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയും എക്സാം ഇതേപോലെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ഇനിയും അടുത്ത ആഴ്ചകളിൽ വരാനിരിക്കുവാണ്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. ഇതേ ക്വസ്റ്റ്യൻ ഒന്നും കിട്ടൂല, പക്ഷെ എന്നാലും നമുക്ക് എന്താണ് ഏകദേശം ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം ഈ ഫസ്റ്റ് എഴുതിയ ഒരാളുടെ അത്രയും തന്നെ സർപ്രൈസോ ഷോക്കോ ഒന്നും തന്നെ സെക്കൻഡ് എഴുതുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മൂന്നാമത് എഴുതുന്ന ഒരാൾക്കോ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായി അനലൈസ് ചെയ്ത് അതുപോലെ തന്നെ കൂടുതൽ ആയിട്ടുള്ള പോർഷൻസ് പഠിച്ച് പോയിട്ട് വേണം ഇനി എക്സാം എഴുതാനായിട്ട്.